കുട്ടനാടിന്റെ അത്ര വരില്ലെങ്കിലും കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് നിസ്തുലമായ സംഭാവനകൾ നൽകിയ പ്രദേശങ്ങളാണ് അപ്പർ കുട്ടനാട് മേഖല. പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഈ അപ്പർ കുട്ടനാട് മേഖല പക്ഷേ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്ന് എല്ലാ കാലത്തും അവഗണിക്കപ്പെട്ടു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും ഈ പ്രദേശത്തിന്റെ പിന്നോക്കാവസ്ഥ കൊണ്ടും പല കാരണങ്ങളാൽ അപ്പർ കുട്ടനാട് കാർഷിക ചർച്ചകളിൽ നിന്നും എല്ലാ കാലത്തും അവഗണിക്കപ്പെട്ടു. മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി സമാഗതമായ സാഹചര്യത്തിൽ അപ്പർ കുട്ടനാടിന്റെ കാർഷിക ജീവിതങ്ങളെ റിപ്പോർട്ടേഴ്സ് ഡയറി പരിശോധിക്കുന്നു. കുട്ടനാടിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. എന്നാൽ അപ്പർ കുട്ടനാടൻ മേഖലയുടെ പ്രധാന കേന്ദ്രങ്ങൾ മുഴുവൻ പത്തനംതിട്ട ജില്ലാ രൂപീകരണത്തോടെ അതിന്റെ ഭാഗമായി. പത്തനംതിട്ട എന്ന മലയോര മേഖലകൾക്ക് ആധിപത്യമുള്ള ജില്ലയുടെ ഭാഗമായതോടെ ആരംഭിച്ചതാണ് അപ്പർ കുട്ടനാട് നേരിടുന്ന അവഗണനയുടെ നീണ്ട ചരിത്രം. ജില്ലാ രൂപീകരണത്തിലെ ഭൂമിശാസ്ത്ര പരിഗണനകൾ തന്നെ അശാസ്ത്രീയമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. സാധാരണ കർഷകരാണ് അപ്പർ കുട്ടനാട്ടിൽ അധികവും. കൃഷിയിൽ നിന്നാണ് അവർ ജീവിതം പച്ചപിടിപ്പിച്ചത്. പക്ഷേ ആനുപാതികമായ പരിഗണന പലപ്പോഴും അപ്പർ കുട്ടനാടിന് ലഭിക്കുന്നില്ലെന്നാണ് കർഷകരുടെ നിലപാട്. പത്തനംതിട്ട ജില്ലയിലെ പ്രത്യേകിച്ച് കാർഷിക രംഗത്തെ സംബന്ധിച്ചിടത്തോളം നെല്ലിന്റെ ഏറ്റവും വലിയ ഉറവിടം എന്ന് പറയുന്നത് ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയിലെ കടപ്ര, നേരണം, നെടുമ്പ്രം, പെരിങ്ങര, കുറ്റൂര്, തിരുവല്ല മുനിസിപ്പാലിറ്റിയുടെ പടിഞ്ഞാറ് പ്രദേശം ഉൾപ്പെട്ടതാണ് ഈ അപ്പർ കുട്ടനാടൻ പ്രദേശം. കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നപ്പോൾ കുട്ടനാടിനെ ഒന്നായി കണ്ടുകൊണ്ട് ലഭിക്കുന്ന ആനുകൂല്യം ലഭിച്ചിരുന്നെങ്കിൽ ഈ പത്തനംതിട്ട ജില്ലയിൽ വന്നതുവഴി മലയോര ജില്ലകളുടെ പട്ടികയിൽ ഈ അപ്പർ കുട്ടനാട് പ്രദേശം കൂടെ മാറുന്നൊരവസ്ഥയുണ്ടായി. ആ അവസ്ഥ നിലനിൽക്കുന്നതന്നെ പ്രാദേശികമായി ഉണ്ടാകുന്ന ജനപ്രതിനിധികളുടെ വലിയൊരു പങ്കാളിത്തം ആ രംഗത്തുണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ആ രംഗത്തൊരു ചെറിയ കുറവ് ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നപ്പോൾ നെൽകൃഷിക മേഖലയ്ക്ക് ലഭിക്കുന്ന അടിസ്ഥാന വികസന രംഗത്ത് ഉദാഹരണം കുട്ടനാട് പാക്കേജ്, ഈ കുട്ടനാട് പാക്കേജ് സെൻട്രൽ ഗവൺമെന്റ് ഓർഡർ വന്നപ്പോൾ കുട്ടനാട് പാക്കേജ് ഇൻ ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്നായിരുന്നു ഓർഡർ. കാരണം സെൻട്രൽ ഗവൺമെന്റ് ഒരു കൺസെപ്റ്റ് ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് കുട്ടനാട് എന്നൊരു ധാരണയായിരുന്നു. നെൽകൃഷിയും താറാവ് കൃഷിയും ഉൾപ്പെടെയുള്ള അപ്പർ കുട്ടനാടിന്റെ കാർഷിക വൈവിധ്യങ്ങൾ ദിനേന വിസ്മൃതിയിലാകുന്നതിന് പിന്നിൽ ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കുള്ള പങ്ക് നിഷേധിക്കാനാവില്ല. ഭക്ഷ്യവിള കർഷകരെ വോട്ടിന്റെ കണക്ക് വച്ചിളക്കാതെ പ്രാദേശികമായ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി രൂപീകരണം നടത്തുകയാണ് വേണ്ടത്. ആധുനികവൽക്കരണം പൂർണ്ണമായി നടപ്പാക്കാതെ ഇനി നെൽകൃഷിയും അനുബന്ധ മേഖലയ്ക്കും പിടിച്ചു നിൽക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും വേണ്ടത്ര ഇടപെടൽ ഉണ്ടാകുന്നില്ല. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് അപ്പർ കുട്ടനാട്ടിൽ വരേണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അക്കാര്യത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പദ്ധതികൾ മനസ്സിലാക്കി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ അപ്പർ കുട്ടനാടിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണത്തിലേക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ കുറേ കൂടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അതനുസരിച്ചുള്ള ഒരു ഇനിഷ്യേറ്റീവ് ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾക്കുണ്ടായില്ല എന്നുള്ളതാണ് ആ നഷ്ടമുണ്ടായതിൻ്റെ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ബണ്ടുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അപ്പർ കുട്ടനാട് സത്യത്തിൽ ഒരു പ്രയാസവുമില്ലാതെ ലഭിക്കാവുന്നതാണ്. അക്കാര്യത്തിൽ അപ്പർ കുട്ടനാടിനൊരു പരിഗണന ഉണ്ടായില്ല. ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി അന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്വാമിനാഥൻ കമ്മീഷന് കൊടുത്തിരുന്ന ടേംസ് ഓഫ് റെഫറൻസിൽ വ്യക്തമായി പറഞ്ഞിരുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശങ്ങൾ. ഇന്ന് ക്യാബിനറ്റിൽ ഞാൻ കൂടി മന്ത്രിയായിരുന്നിടത്ത് വെച്ചാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശം എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയെ കൂടി ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള റിപ്പോർട്ടാക്കി ഒരു പദ്ധതിയാക്കി അത് മാറ്റിയത്. പക്ഷേ പദ്ധതി ഇങ്ങോട്ട് നടപ്പിലാക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സംസ്ഥാന ഗവൺമെൻറ് നൽകേണ്ടുന്ന മാച്ചിങ് ഗ്രാൻഡ് അതിന് വേണ്ടി നൽകാൻ കഴിഞ്ഞില്ല. സ്വാമിനാഥൻ ലക്ഷ്യമിട്ടിരുന്നത് ഒരു ഇൻ്റഗ്രേറ്റഡ് കാർഷിക സംസ്കാരമാണ്. പശു വളർത്തലുണ്ടാകണം, താറാവ് വളർത്തലുണ്ടാകണം, കോഴി വളർത്തലുണ്ടാകണം, പച്ചക്കറി, നെൽകൃഷി ഇതെല്ലാം കൂടി ബന്ധപ്പെട്ട് പശുവിൻ്റെ ചാണകവും അടക്കമുള്ള വളമായി ഉപയോഗിക്കണം, പശുവിന് വൈക്കോലുണ്ടാകണം. അപ്പോൾ ആ ഒരു പദ്ധതിയുടെ ഒരു സ്പിരിറ്റ്, ഒരു സത്ത ഇന്നത്തെ ഗവൺമെൻറ് ഉൾക്കൊണ്ടില്ല.
പാടശേഖരങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം, വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ എല്ലാ പാടശേഖരങ്ങൾക്കും ഉറപ്പുള്ള പുറംബണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതി, ഇതിനു പുറമെ ആറുകൾ, തോടുകൾ, കുളങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജലാശയങ്ങളുടെ നവീകരണം, കനാലുകളും തോടുകളും വിപുലീകരിച്ച് പ്രളയ ജലനിർഗമനം സുഗമമാക്കൽ, 2 വില കൃഷി, അനുബന്ധ കൃഷികളുടെ വികസനം ഇവയൊക്കെ പാക്കേജിലുണ്ടായിരുന്നുവെങ്കിലും അപ്പർ കുട്ടനാട്ടിൽ ഒന്നും നടപ്പായില്ല. ഇവിടെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഭൂരിഭാഗമുള്ളത്. ഇവിടെ സ്വാമിനാഥൻ കമ്മീഷൻ്റെ വകയായിട്ട് പണം കുട്ടനാട്ടിൽ വളരെയധികം ചെലവഴിച്ചിട്ട് ഈ അപ്പർ കുട്ടനാട് മേഖലയിൽ മാത്രം 1 രൂപ പോലും മുടക്കാതെ ഇവിടുത്തെ കൃഷിക്കാർ കണ്ണുനീരിലാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നെൽകൃഷിയിൽ നിന്ന് ജനങ്ങൾക്ക് യാതൊരു വിധമായ നെല്ലിന് ആദായം കിട്ടാതിരിക്കുകയും ജനങ്ങൾ ഓരോ ദിവസവും ഓരോ കൃഷിയിൽ നിന്ന് കഴിയുമ്പോൾ അവർ കടക്കണിയിലായിക്കൊണ്ടായിരിക്കുന്നത്. അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ തോടുകളെല്ലാം നികന്നു കിടക്കുന്നു, ചാലുകൾ നികന്നു കിടക്കുന്നു, വെള്ളം പോകാൻ സൗകര്യമില്ല, മോട്ടറുകളില്ല. യാതൊരു വിധമായ അധികാരികൾ ഈ നെൽകൃഷിയെ പാടെ അവഗണിച്ച് ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലുണ്ടാകുന്ന വാച്ചാലുകളെല്ലാം അടിയന്തരമായി താത്ത് ജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്തെങ്കിൽ മാത്രമേ ഈ സമയത്ത് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ സമയത്ത് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ തുലാമാസം മഴ കഴിഞ്ഞതിന് ശേഷം മാത്രം കുട്ടനാടുകൾ താണു കിടക്കുന്ന കുട്ടനാട് പ്രദേശങ്ങൾ കൃഷി ചെയ്താൽ പോലും അതിലും കളന്നു കിടക്കുന്ന അപ്പർ കുട്ടനാട് മേഖലയിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. തുലാമാസത്തെ മഴ കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലാതെ ഇവിടുത്തെ വെള്ളം ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളില്ല. ഇത് യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഈ അപ്പർ കുട്ടനാട് മേഖല കിടക്കുന്നത്. വാച്ചാൽ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സമയത്ത് കൃഷി ഇറക്കാൻ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. അത് ഒരു വാച്ചാലല്ല, 2 വാച്ചാലും മേളിൽ നിന്ന് വലിയ മോട്ടോർ തറ വരെ ഒരുപോലെ നികന്ന് വീതിയില്ല. അത് ഞങ്ങൾക്ക് അത് സൗകര്യപ്രദമാക്കി തന്നാൽ ഞങ്ങൾക്ക് നേരത്തെ കൃഷി ഇറക്കാൻ സാധിക്കും. ഇത്രയും താമസിക്കുകയില്ല ഈ കൃഷി. ഇതിപ്പോഴേ എല്ലായിടത്തും നെല്ല് കൊയ്യാൻ തുടങ്ങി. ഞങ്ങളുടേത് ഒന്നും ആയിട്ടില്ല. അത് ഈ കൃഷിയുടെ പ്രയാസം, ഈ വെള്ളം പറ്റിക്കലിൻ്റെ പ്രയാസം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അത് സാധിച്ചു എന്നാൽ ഞങ്ങളുടെ കൃഷി നേരത്തെ ഇറക്കാൻ സാധിക്കും. അതുകൊണ്ട് വാച്ചാൽ ഞങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരണം. ഉള്ളിലുള്ള വാച്ചാലുകളും പുറം ഭിത്തികളും പുറം ബണ്ട് ശരിയാക്കി തോട്ടിലെ ഒരു ബണ്ട് ശരിയാക്കാനുണ്ട്. ആ ബണ്ട് ശരിയാക്കിയാൽ അതിപ്പം നോക്കിയാൽ ഞാൻ സ്ഥലം കാണിച്ചു കൊടുക്കാം. ഒരു ബണ്ട് ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മേളിൽ നിന്ന് വരുന്ന വെള്ളത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പം ഞങ്ങളുടെ കൃഷി നേരത്തെ ഇറക്കാൻ പറ്റും. ഇതിന് യാതൊന്നും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്ത് തന്നിട്ടുമില്ല. കർഷകർ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാടശേഖരമൊക്കെ 2ാം കൃഷി ചെയ്യാൻ ഉപയോഗിച്ച പാടമാണ്. എന്നാൽ പുറബണ്ടുകളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കില്ല. ഒരു കൃഷി തന്നെ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം കയറിയാൽ പെട്ടെന്ന് പറ്റാനൊക്കാത്തൊരു സാഹചര്യമാണ്. കുളത്തിൽ വെള്ളം പൊങ്ങുന്ന പോലെ പൊങ്ങിയാൽ ആ വെള്ളം താഴാൻ താമസിക്കും. ഞങ്ങൾ പുഞ്ചകൃഷി പോലും താമസിച്ചായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കൊയ്ത്താകുമ്പോൾ മഴക്കാലമാകും, വേനൽ മഴ വരും, നെല്ല് കൊയ്യാൻ മെഷീൻ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് വരും. പിന്നെ മെഷീൻ ഇറങ്ങിയാൽ മണിക്കൂർ എടുത്താണ് മെഷീൻ കൊയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യം വരുന്നത് ഞങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. റബ്ബർ രാഷ്ട്രീയവും പ്രവാസി രാഷ്ട്രീയവും കാര്യമായ രാഷ്ട്രീയ ചർച്ചയാവുന്നിടത്ത് നെൽകർഷകരുടെ വിലാപങ്ങൾക്ക് കാര്യമായ രാഷ്ട്രീയ ശക്തി ആർജിക്കാൻ കഴിയുന്നില്ല എന്നിടത്ത് തന്നെയാണ് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ നേരിടുന്ന അവഗണനയുടെ വേരുകൾ ആണ്ടുകിടക്കുന്നത്. അപ്പർ കുട്ടനാട്ടിൽ ബഹുഭൂരിപക്ഷം പാടങ്ങളിലും 2ാം കൃഷിയും ഇതരവിള കൃഷിയും നടക്കാറുമില്ല. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയായ ബയോറൈസ് പാർക്ക് സ്ഥാപിക്കാൻ പറ്റിയിടമാണ് മേഖലയെന്നാണ് ജനപ്രതിനിധികളുടെയും കർഷകരുടെയും വാദം. എന്നാൽ പ്രത്യേക ശ്രദ്ധ ലഭിക്കണമെന്ന ആവശ്യം അവഗണിക്കപ്പെടാറാണ് പതിവ്. അപ്പർ കുട്ടനാടിന്റെ കാർഷിക പ്രതിസന്ധികൾ പ്രത്യേകമായി തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. കർഷകരെ സംരക്ഷിക്കുകയെന്നത് സാമൂഹിക ഉത്തരവാദിത്വമുള്ള ഒരു സർക്കാരിന്റെ കടമയാകണം. അതിനുവേണ്ടത് രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ്. അതില്ലാത്തതാണ് അപ്പർ കുട്ടനാടിന്റെ പ്രതിസന്ധി. പദ്ധതി നിർവഹണ രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം ഇപ്പോൾ തന്നെ പറയുന്ന ഒരു കൃഷി നടത്തുന്ന പാടശേഖരങ്ങൾ ഇരിപ്പൂ കൃഷിയാക്കി മാറ്റാൻ കഴിയുന്ന കൺസെപ്റ്റ്, ആ കാഴ്ചപ്പാട് ഒന്നും നടക്കാൻ കഴിയാത്ത ഏക ജില്ല പത്തനംതിട്ട ജില്ലയാണ്. ഞാൻ പറഞ്ഞത് അതിനകത്ത് ഏറ്റവും അധികം വളരെ ദ്രുതഗതിയിൽ പത്തനംതിട്ട ജില്ലയുടെ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് പ്രത്യേകിച്ച് പെരിങ്ങര പ്രോജക്റ്റ് ഏതാണ്ട് ആദ്യത്തെ ഫേസിൽ ഗ്രൂപ്പ് 4 അതിനകത്ത് പെടുത്തി 6 പാടശേഖരങ്ങൾക്ക് വേണ്ടി 18 കോടി രൂപയുടെ പദ്ധതി അപ്രൂവൽ മേടിക്കുകയുണ്ടായി. രണ്ടാമത് വീണ്ടും 51 കോടി രൂപയുടെ 18 പാടശേഖരത്തിന് വേണ്ടി അഡീഷണൽ സാങ്ഷൻ മേടിക്കുകയുണ്ട്. പക്ഷേ ഇതിൻ്റെ നിർവഹണ രംഗത്ത് വേണ്ടതായിട്ടുള്ള ഒരു പങ്കാളിത്തമോ അതിനു വേണ്ടിയുള്ള ഒരു ശുഷ്കാന്തിയോ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പിലുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടാകാഞ്ഞത് കൊണ്ട് ഇത് വേണ്ട രീതിയിൽ അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ രംഗത്ത്, അത് ഈ പദ്ധതി നിർവഹണ രംഗത്ത് കാര്യമായി പുരോഗതിയിലെത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഇവിടെ പുഞ്ചകൃഷി മാത്രം ചെയ്യുന്നത്. പുഞ്ചയുടെ വിളവെടുപ്പ് എന്ന് പറയുമ്പം
തുലാമാസം 1-ാം തീയതി വിതച്ച് മാർച്ചിന് മുന്നേ കൊയ്ത്ത് തീരുവാണ്. അപ്പം ഇവിടെ വിതയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം തുലാത്തിലല്ല ഡിസംബർ മാസത്തിലൊക്കെ വിത നടക്കുന്നത്. ആ വിത നടന്ന് വിളവെടുത്ത് വരുന്ന സമയത്ത് വെള്ളപ്പൊക്കവും മഴയും കാറ്റുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ കൃഷി വിളവെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. വിത്തിറക്കേണ്ട മണ്ണിൽ വിമാനമിറക്കുന്നതിനെ പറ്റി ദിനേന ചർച്ച നടക്കുന്നതിനിടയിൽ വല്ലപ്പോഴുമെങ്കിലും മഴ വീണു തീരുന്ന അപ്പർ കുട്ടനാടിലെ കാർഷിക സംസ്കൃതിയെപ്പറ്റി ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഇവിടെ ദിനേന തരിശായിക്കൊണ്ടിരിക്കുന്നത് നെൽപ്പാടങ്ങൾ മാത്രമല്ല, ഒരു കാർഷിക സംസ്കാരം കൂടിയാണ്.